ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നോമ്പ് തുറക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്നാക്കിൻ്റെ അതുപോലെ തന്നെ തികച്ചും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ കോംബോ റെസിപ്പിയാണ്. ഈ ഒരു ഡ്രിങ്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഇന്നേ വരെ ഇങ്ങനെ ഒരു ഐറ്റം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഇത് ഞാൻ തന്നെ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ, സൂപ്പർ ആയിരുന്നു. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അങ്ങനെ ഒത്തിരി ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ ഒരുപാട് പറഞ്ഞിട്ടാണ് തള്ളി മറിക്കണില്ല. നിങ്ങൾക്ക് എൻ്റെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ട്രൈ ചെയ്ത് നോക്കുന്നവർ എന്താണെങ്കിലും ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ജെന്യുവൻ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതിക്കൊണ്ടു. ഒരു പക്ഷേ എല്ലാവർക്കും എല്ലാ ടേസ്റ്റൊന്നും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ലല്ലോ. എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ആദ്യം നമുക്ക് ഇന്നത്തെ സ്നാക്ക് റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ഇതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇത് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടെ ഷെയർ ആക്കുകയാണ്. ഒരു പക്ഷേ അറിയാത്തവർക്ക് യൂസ്ഫുൾ ആയേക്കാം. അപ്പോൾ അതാ ഞാനിവിടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 4 നേന്ത്രപ്പഴം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു സ്റ്റീമറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ്. ഒരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇനി ഇതിലേക്ക് നട്ട്സ് ആവശ്യമാണ്. അപ്പം ഞാനിവിടെ ബദാമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ കാഷ്നട്ട് എടുത്താലും മതി. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കി അതിലോട്ട് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം ഉണ്ടല്ലോ, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ടൊരു 3 ഏലക്ക ഒന്ന് കുത്തി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ബദാം ഒന്ന് വറവായി വരുന്ന ടൈമിൽ ഇതിലോട്ട് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട കുത്തി ഒഴിച്ച പാടെ തന്നെ ഒരു തവി വെച്ചിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുക. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരല്പം തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും മുട്ടയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പം ഇനി അതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇന്നത്തെ ഡ്രിങ്കിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം തേങ്ങ ചിരവിയത് ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ നെയ്യോ എണ്ണയോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. കാരണം തേങ്ങ ചൂടായി വരുന്ന ടൈമിൽ തന്നെ അതിൽ എണ്ണ പൊടിയുമല്ലോ. അപ്പോൾ ദാ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് ചൂടായി വന്ന ടൈമിൽ ഞാൻ ഇതിലോട്ടൊരു 8 കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവ രണ്ടും കൂടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു തേങ്ങയും പഞ്ചസാരയും കൂടെ ഒരുമിച്ച് നമ്മൾ ഇങ്ങനെ വറുത്തെടുക്കുന്ന ടൈമിൽ പഞ്ചസാര മെൽറ്റായി ആ ഒരു തേങ്ങ പെട്ടെന്ന് ബ്രൗൺ കളർ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ അതിന് ആ ഒരു കാരമൽ ടേസ്റ്റും കിട്ടും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ദാ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കുക. അപ്പോൾ ദാ നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ബാക്കി നമ്മുടെ സ്നാക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പഴം പുഴുങ്ങാനായിട്ട് സ്റ്റീമറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പഴം പുഴുങ്ങി വന്നപ്പോൾ നല്ലോണം കുക്കായിട്ടാണോ അതോ നല്ലോണം പഴുത്തത് കാരണം കൊണ്ടാണോ എന്നറിയില്ല. ഇങ്ങനെ എന്താ പറയുക, വെള്ളം പൊടിഞ്ഞ പോലെ ഇട്ടുള്ളത് ഭയങ്കര ഒരു ലൂസായിട്ടാണുള്ളത്. ശരിക്കും നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ പഴം പുഴുങ്ങിയെടുക്കൂലേ, അതുപോലെ ആ ഒരു കറക്റ്റ് പഴുപ്പിലുള്ള പഴവും കിട്ടണം. ആ ഒരു രീതിയിൽ പുഴുങ്ങിയെടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഉടച്ചു കൊടുത്തപ്പോൾ കുറച്ചിങ്ങനെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്ന ടൈമിൽ ഒന്ന് ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് അല്പം കോൺഫ്ലോർ ചേർത്തിട്ടാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ അല്പം നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പഴം
ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ഒരുപാട് അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ആ പഴത്തിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ദാ ഇതിപ്പോൾ ഞാൻ കുഴച്ചെടുത്തപ്പോഴും കുറച്ചൊക്കെ ലൂസായിട്ട് തന്നെയാണ് ഉള്ളത്. എങ്കിലും നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കുന്ന ടൈമിൽ കയ്യിൽ അല്പം ഓയിൽ തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ മാവ് എടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഉന്നക്കായിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ സെൻട്രലായിട്ട് ഈ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മുട്ടയുടെ മിക്സ് ഫില്ലിങ്സ് വരുന്നത് എല്ലാവർക്കും എത്രത്തോളം ഇഷ്ടമാവും എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മുട്ടയുടെ മിക്സ് ഫില്ലിങ്സ് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഉന്നക്കായിൽ തേങ്ങയുടെ ആ ഒരു മിക്സ് ഫില്ലിങ്സ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ ആ ഒരു ഫില്ലിങ്സ് മാറ്റിയിട്ട് മുട്ടയുടെ ആ ഒരു മിക്സ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഷേപ്പും ഞാൻ ഈ ഒരു രീതിയിൽ ഒരു സ്ക്വയർ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ആ പാത്രത്തിലും കുറച്ച് ഓയിൽ തടവിയിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി എടുക്കുന്ന ടൈമിൽ ഒട്ടിപ്പിടിക്കും. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. നേരത്തെ ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതായത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചു എന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇത് അങ്ങനെ വേറിട്ട് അറിയണമെന്നില്ല കേട്ടോ, ഒക്കെ ഒരുപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വലിയൊരു പ്രസക്തിയൊന്നുമില്ല. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കണമൊന്നുമില്ല. തീയൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്കാക്കി എടുക്കാൻ. അതിൻ്റെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്ന ടൈമിൽ ഒന്ന് തിരിച്ചിട്ടിട്ട് മറുഭാഗം കൂടെ കുക്ക് ചെയ്തെടുക്കുക. പഴം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പുറം ഭാഗം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ ഇതിൻ്റെ രണ്ട് സൈഡും ഒരുപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കിയുള്ളതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഡ്രിങ്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തേങ്ങയും പഞ്ചസാരയും കാഷ്നട്ടും എല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിങ്ങനെ പൊടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലോട്ട് ചെറുപഴം ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 5 ചെറുപഴം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് ഒരു പാക്കറ്റ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ ഞാനിതാ ഒരു ഹോർലിക്സും പാക്ക്, അതായത് 5 രൂപേൻ്റെ ഒരു ചെറിയ പാക്ക് ഉണ്ടല്ലോ, ആ ഒരു പാക്ക് ഹോർലിക്സും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ടുള്ള പഴത്തിൻ്റെ ജ്യൂസ് ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് തേങ്ങയുടെ ആ ഒരു മിക്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായത് ഇത് സെർവ് ചെയ്യുന്ന ടൈമിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഇതിനു മുന്നേ ഇങ്ങനൊരു ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഈ ഒരു ഐറ്റം ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ റെസിപ്പി ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇതാരെങ്കിലും ചെയ്തിക്കണമെന്നുള്ളതും എനിക്കറിയില്ല കേട്ടോ. എന്താണെങ്കിലും ഞാനിതാ 2 ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു തേങ്ങൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇന്നത്തെ എൻ്റെ ഈ ഒരു പുതിയ കണ്ടുപിടുത്തം നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ടെന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ജെന്യുവൻ ഫീഡ്ബാക്ക് അത് എന്തായിക്കോട്ടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ഇഫ്താർ കോംബോ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ അതുപോലെ വ്ളോഗ്സും ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് വെറൈറ്റി ഇഫ്താർ കോംബോ റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് നമുക്ക് ഷെയർ ആക്കാം.